ജൂബീസ് ക്രിയേറ്റീവ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇതുപോലൊരു നെറ്റിൻ്റെ കഷ്ണം വീട്ടിലും കിടപ്പുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഓർക്കിഡ് പോട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതായത് ഈ അധികം നമുക്ക് വളയ്ക്കാവുന്ന അത്രയും അങ്ങനത്തെ കട്ടി കുറഞ്ഞതായിരിക്കണം. അപ്പോൾ അതായത് 2-3 പീസ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ മുറിക്കാം കേട്ടോ. അത് നമുക്ക് പോട്ടിൻ്റെ വലിപ്പം അനുസരിച്ച്. അപ്പോൾ അതാ ഇത് അതിൻ്റെ ഉള്ളിൽ ഒന്ന് വരണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് ജോയിൻ്റ് ആക്കി വയ്ക്കുന്നുണ്ട്. അത് ആ കമ്പികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചും വയ്ക്കാം. അല്ലെങ്കിൽ ഞാനിവിടെ എന്താ പറയുക, ഈ ടൈ ഇട്ടങ്ങോട്ട് കെട്ടുവാണ്. അതാ നമുക്ക് എളുപ്പം. കമ്പികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ച് വെച്ചാൽ മതി. ഈ ടൈ ഇട്ടൊന്ന് കെട്ടി 2-3 ടൈ ഇട്ടിട്ട് ജോയിൻ്റ് ആക്കി എടുക്കാം. പിന്നെ ഇതിനകത്ത് നമ്മൾ നിറയ്ക്കാൻ പോകുന്ന ചകിരി എടുത്ത് വെച്ചിരിക്കുന്നത്, ഇത് ഒരു പൈസ ഒന്നിനും മുടക്കില്ല കേട്ടോ. ഈ ചകിരി നമ്മുടെ പഴയ ബെഡിൻ്റെ ചകിരിയാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ചകിരി തന്നെയെന്ന് ഉറപ്പ് വരുത്തണം. ചിലതൊക്കെ അല്ലാത്ത പ്ലാസ്റ്റിക്കും വരുന്നുണ്ട്. അത് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതാ ഈ ടൈ കെട്ടി ഇങ്ങനെ നമുക്ക് ഉറപ്പിച്ചെടുക്കാം. അപ്പോൾ 3 ടൈ കെട്ടിയപ്പോൾ തന്നെ അത് മതിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിൻ്റെ അകത്ത് വയ്ക്കാനുള്ള ഒരു റൗണ്ട് റോളാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് രണ്ടും തമ്മിൽ ഒരു 1 ഇഞ്ചിൻ്റെ ഗ്യാപ്പെങ്കിലും വരണം. നമുക്കവിടെ ചകിരി നിറയ്ക്കേണ്ടതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇത് ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത് വയ്ക്കുന്നത് കുറച്ചുകൂടി ഹൈറ്റ് കുറഞ്ഞിരിക്കണം. ഇത് നമുക്ക് ഇതുപോലെ ടൈ ഇട്ടിട്ട് ചുറ്റി ഉറപ്പിച്ചെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാ ഇനി നമ്മൾ ഇതിൻ്റെ അടിയിലൊരു പീസും കൂടെ വെച്ച് പിടിപ്പിക്കണം കേട്ടോ. അതും ഇതുപോലെ തന്നെ ആ ടൈ ഇട്ടങ്ങോട്ട് കെട്ടിയാൽ മതി. അപ്പം 1 പൈസ പോലും മുടക്കാതെ നമുക്ക് ചെയ്യുന്ന ഇതുണ്ടായി കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ചെയ്യണേ. അപ്പോൾ അത് നമ്മളിനി ഇതിൻ്റെ ബാക്കി ഭാഗം ബാക്കി ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയണം. കത്രിക ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കളയണം. ഇതും കട്ട് ചെയ്യണം. പിന്നെ നമുക്ക് നമ്മളെ രണ്ടാമത് പിടിപ്പിച്ചില്ലേ, അടിഭാഗത്ത് പിടിപ്പിച്ചില്ലേ, അതും നമ്മളത് പിന്നെ ഏതെങ്കിലും കത്രികയോ മറ്റോ ഉപയോഗിച്ച് ഒന്ന് കട്ടാക്കി കളയണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫേസ്ബുക്കിലാണെങ്കിൽ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ഇതും കൂടെ നമുക്ക് ആ റൗണ്ട് അവിടെ നമുക്ക് ലെവലാക്കി കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടിഭാഗം കട്ട് ചെയ്തു. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇത് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് നമുക്ക് പറഞ്ഞല്ലോ അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഭാഗത്ത് നമുക്ക് അത് കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചകിരിയില്ലേ, ചകിരി അതിനകത്ത് നിറച്ച് കൊടുക്കണം. ഇത് പഴയ ഒരു ബെഡിൽ നിന്നെടുത്ത ചകിരിയാണ്. നമുക്കിത് ഒരു ബെഡിൽ നിന്ന് ധാരാളം കിട്ടും കേട്ടോ. നമുക്ക് ചകിരിച്ചോറിന് പകരമായിട്ട് ഉപയോഗിക്കാതെ മണ്ണ് നിറയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് കത്തിച്ച് നോക്കിയിട്ട് എടുക്കണം. ഇത് ചകിരി തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തണം. ഇങ്ങനെ നമുക്ക് ഒരു കമ്പെല്ലാം കൊണ്ടൊന്ന് കുത്തിന്ന് ഉറപ്പിച്ച് കൊടുക്കാം. അത് ഫില്ല് ചെയ്തെടുക്കണം ചകിരി. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് ഉണ്ടോ. ഇനി നമുക്ക് അതിൻ്റെ സൈഡ് ഉണ്ടല്ലോ, പുറമേയുള്ള ഭാഗം അതിങ്ങനെ മടക്കി ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വയ്ക്കണം. സൈഡൊന്ന് കട്ട് ചെയ്തിട്ടാണെങ്കിൽ എളുപ്പമുണ്ട് നമുക്ക് മടക്കി വയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ മടക്കുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. ഞാനൊരു 4-5 പീസായിട്ട് അവിടെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നല്ലപോലെ മടക്കി ചെയ്ത് എത്ര നാളുകളിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നല്ലൊരു ഓർക്കിഡ് പോട്ടാണിത്. നമ്മുടെ ഓർക്കിഡ് പോട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വയ്ക്കാൻ പോകുന്നത് നമ്മുടെ ഡാൻസിങ് ഗേൾ എന്ന ഓർക്കിഡാണ് കേട്ടോ. അതാണ് ഇപ്പോൾ ഞാനിത് എടുത്തിരിക്കുന്നത്. ഏത് ഓർക്കിഡ് നമുക്ക് വയ്ക്കാം. അപ്പോൾ നമുക്ക് അതിനകത്ത് പോട്ടി മിക്സ് അറിയാമല്ലോ, കരിയും എന്താ പറയുക ചകിരി തുണ്ടുമൊക്കെയാണല്ലോ നമ്മളിടുന്നത്. അപ്പോൾ കരി തന്നെയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാൻ കരിയുടെ കൂടെ ഇത്തിരി ചകിരിയുടെ പീസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതെവിടെ വേണേലും നമുക്ക് വയ്ക്കാം. നമ്മുടെ സിറ്റ് ഔട്ടിലോ എവിടെ വേണേലും നല്ല ഭംഗിയായിട്ട് നമുക്ക് സെറ്റാക്കി വയ്ക്കാം. വേണമെങ്കിൽ ഇത് ഒരു കമ്പി ഇവിടെ ഉപയോഗിച്ച് തൂക്കിയിടുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾ യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. കണ്ടോ നല്ല ഭംഗിയല്ലേ നോക്കിയേ. അടുത്ത വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.